ഫുൾ ആയിട്ട് അങ്ങ് ഒരു മെഡിക്കൽ ചെക്കപ്പ് അങ്ങ് നടത്തി കളയാം. അതെ, ഇത് നമ്മുടെ ചൈന ഷുണ്ടേ പാർക്കാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും പാർക്കിലോട്ടാണോ ഞാൻ മെഡിക്കൽ ചെക്കപ്പിന് പോയത്? അല്ല ഗൈസ്, ഇവിടെയാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ വരുന്നത്. കയറി അവിടെ എത്തിയപ്പോ നമ്മുടെ കണ്ണും കിഡ്നിയും ഹാർട്ടും എല്ലാം പരിശോധിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാത്ത ശീലം ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പെട്ടെന്ന് എന്താ ഇപ്പൊ ഒരു മെഡിക്കൽ ചെക്കപ്പിന്റെ ഒരു ആവശ്യം? അതെ, നമ്മുടെ ചൈനയിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഫുൾ മെഡിക്കൽ ചെക്കപ്പ് വേണം. ഫുൾ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ടെന്ന് അറിഞ്ഞു. ഒന്നുമല്ല, ഇഡ്ഡലി കഴിച്ചിട്ട് കുറെ നാളായി. വഴിയിൽ മറ്റേ സ്കാൻ ചെയ്തെടുക്കുന്ന വണ്ടി എടുത്തിട്ടാണ് കേട്ടോ പോയത്. ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു വണ്ടിയിൽ രണ്ടുപേരിരുന്ന് പോകുന്ന കണ്ടിട്ടാണ് ഈ ആളുകൾ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. ആ ഇരിക്കുന്ന ഒരു സീറ്റുള്ള ഈ വണ്ടിയിലാണ് ഞങ്ങൾ രണ്ടുപേര് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് പോകുന്നത്. വണ്ടിക്ക് എന്താ ഒരു ആട്ടം. ചത്തില്ല. പോകുന്ന വഴിക്ക് റോഡിലും വഴിയിലൊക്കെ ഉള്ള എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. അവർ നോക്കുമ്പോൾ രണ്ട് ഫോറിനേഴ്സ് ഒരാൾക്ക് മാത്രം കഷ്ടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയിൽ പോകുന്നു. ഇപ്പൊ നിങ്ങൾ ഓർക്കും അതെന്താ പൈസ ലാഭിക്കാനാണോ? പക്ഷേ അല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഇവിടുത്തുകാർക്ക് അതറിയില്ലല്ലോ. ഇവര് വിചാരിക്കുന്ന 3 RMB ലാഭിക്കുന്ന ഏത് കൺട്രീസ് ആണ്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്ര പോരാ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ഒരു തമിഴ് ചേട്ടനായിരുന്നു കേട്ടോ. ഇഡ്ഡലി ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് എന്റെ വിഷമം കണ്ടിട്ടാണോന്ന് അറിയില്ല. വേറെ എവിടെ നിന്നോ ദോശ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെന്നും പറഞ്ഞ എനിക്കൊരു വേറൊരു മെനു എടുത്തു. അങ്ങനെ എനിക്ക് ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു, ബാക്കി 65ഉം ബിരിയാണി ഓർഡർ ചെയ്തു. ഇവിടെ വന്നിട്ട് മാസങ്ങളായി ഗൈസ് ഒരു ദോശ കഴിച്ചിട്ട്. ഇത് ഐസ്ഡ് കോഫിയാണ്. ഒരുപാട് ആഗ്രഹിച്ചു വന്നിട്ട് ഫുഡ് ഒരു ആവറേജ് ആയിരുന്നു. 185 yuan, അതായത് നാട്ടിൽ ഒരു 2000 രൂപയോളം ആയിട്ടോ.